ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ വീട് പണിത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ടൈമിങ്ങിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഫിയോമേനെ പിടിച്ച് നമ്മുടെ പൂപ്പിടുന്ന ജീവിയില്ലേ, അതിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിഫൈൻ ഫോർജ് ഉണ്ട്, പിന്നെ 2 സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ നാർക്കോട്ടിക്സ്, സൂതിങ് ബോം, പിന്നെ കുറച്ച് വെപ്പൺസും കാര്യങ്ങളും. പിന്നെ ഇതിനകത്ത് നമ്മുടെ റിസോഴ്സ് ബാക്കി എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു സ്മിത്ത് ഉണ്ട്, പിന്നെ നമ്മുടെ മോട്ടോർ ആൻഡ് വെസ്റ്റിലുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാ? ഓക്കെ, ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കുട്ടി ബെഡ് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഐറ്റംസ്. ഇനിയിപ്പോൾ നമ്മൾ കൃഷീൻ്റെ 3 വിത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ചെറുതായിട്ട് മുളച്ച് വരുന്നുണ്ട്. ഇതെന്തായിരുന്നു എന്നാവോ എനിക്കറിയില്ല. ഇത് എന്തായിരുന്നു എനിക്കറിയാമല്ലോ. പക്ഷെ ഇതിനകത്തും ചെറുതായിട്ട് വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് നോക്കിയാൽ പച്ചപ്പോലെ കണ്ട, ഇതാ ഒരു പച്ചപ്പോലെ കണ്ട. പക്ഷെ ഇത് നല്ലോണം വളർന്നിട്ടുണ്ടല്ലേ. കൊള്ളാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കേവിലൊരു ഡൈനോ പിടിക്കാൻ പോകുന്നതാണ്. കാരണം ഇനി ലെവലപ്പ് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കേവ് ഡൈനോ എന്തായാലും വേണം. ലെവൽ 31 ലെവൽ 40 കഴിഞ്ഞാൽ ഒരു സാഡ് കിട്ടും, രാനിയോ സാഡിൽ കിട്ടും. അതിനെ പിടിക്കണമെങ്കിൽ നമുക്കൊരു തേളിനെ വേണം. നമ്മൾ കഴിഞ്ഞ സീരീസിൽ പിടിച്ചപോലെ നമുക്കൊരു തേളിനെ പിടിക്കണം. അപ്പോൾ അതിനാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഫുഡ് ഇല്ലാതെ തോന്നുന്നല്ലേ. എനിക്ക് ഫുഡ് വേണം നല്ല രീതിക്ക്. തൽക്കാലം നമുക്ക് ഇതെടുക്കാം, മെജോബർ എടുത്ത് വെക്കാം. 400 അടുത്ത് മെജോബർ ഇരിപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും എടുത്ത് വെക്കാം. പിന്നെന്താ വേണ്ടത്? സ്പോൾഡ് മീറ്റ് വേണം. നമ്മുടെ സ്കോർപ്പിയൻ സ്പോൾഡ് മീറ്റ് അടിക്കുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് സൂതിങ് ബോം വേണം. സൂതിങ് ബോമും നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നാർക്കോട്ടിക്സ് എടുക്കാം. ഓക്കെ, ഇത്രയും മതിയില്ലേ? എല്ലാ ഐറ്റംസ് ആയിട്ടുണ്ടല്ലോ. ബോല, ട്രാങ്കാരോസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ 100 ക്യൂലോട്ട് പോവാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ടാസ്ക്കാണ്. ഇതൊക്കെ കടന്ന് വേണം പോകാനായിട്ട്. ഫുഡ് കഴിക്കട്ടെ കുറച്ച്. നമ്മുടെ ഫുഡ് ഭയങ്കര കുറവാണ്. ഇത് നമ്മുടെ മെജോബറി ഞാൻ ടൈം ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്ത് വെച്ചാൽ. ഇനിയിപ്പോൾ നമുക്ക് മെജോബറീസിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ക്രോപ്സ്, നമ്മുടെ കൃഷികൾ വലുതായി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വലുതാവാനുണ്ട് ഇത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, ആനിമൽ ഫീസോ ഈ സാധനം നമ്മുടെ പൂപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വളരട്ടെ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കേവിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ടാസ്ക്കാണ് പോകാനായിട്ട്. ഞാൻ എൻട്രൻസ് ഒരു മിനിറ്റ്, നമുക്ക് റൈറ്റിൽ കൂടെ അങ്ങ് പോകണം കേട്ടോ. കുറച്ചധികം പോകാനുണ്ട് ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ കേവിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കയറാം. പന്തെടുത്ത് കൈ പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ലെവല് നമ്മുടെ പൾമണോ സ്കോർപ്പിയോസ്, നമ്മുടെ തേളിനെ കണ്ടുപിടിക്കണം. ലാഗ് കണ്ട, തേളിനെ കണ്ടുപിടിക്കണം. അതിന് ടൈം ആക്കണം. നമുക്ക് പോകണം. തേളിൻ്റെ സാഡിൽ ഒരു മിനിറ്റ് സ്കോർപ്പിയോസ് PUL ലെവൽ 22 അൺലോക്ക് ആവും. അതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ താഴത്തോട്ട് പോകണം. തണുപ്പായി കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ പാൻറ്റും ഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തീർന്നാൽ നോക്കട്ടെ. വെള്ളമൊക്കെ തീരാറായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് വേഗം നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് വേഗം പുറത്തിറങ്ങിയിട്ട് നമ്മുടെ നേരെ ബേസിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ കേവിൻ്റെ ഉള്ളിൽ എത്തി കേട്ടോ. പിന്നെ ഇവിടെ കേവിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പേര് നമ്മളെ കണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ഇനി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഗൈസ്. അപ്പോൾ കുറേ നോക്കി കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഒരു 70 ഞാൻ ഹൈ ലെവൽ കണ്ടേക്കുന്നത് ആകെ. മിക്കവാറും ഞാൻ ഒരു അത്യാവശ്യം 70-100 ലെവലുള്ളതിനെ കണ്ടുപിടിച്ചാൽ മിക്കവാറും അതിനകത്ത് ഞാൻ ടൈം ആക്കും കേട്ടോ. വേറെ ഒന്നും നല്ലത് കാണുന്നില്ല ഈ ഏരിയയിലോട്ട്. എന്തായാലും ഒന്നുകൂടെ പോയി നോക്കട്ടെ ഗൈസ്. നമ്മൾ വന്ന് നമ്മുടെ ആർട്ടിഫാക്റ്റിൽ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെയും അധികം ഒന്നുമില്ല. ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ ക്ലിയർ ചെയ്ത്. എന്നാലും വന്നാൽ ആർട്ടിഫാക്റ്റ് എടുത്തേക്കാം ഗൈസ്. ഒരു ലെവൽ 55 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ തന്നെ ടൈം ആക്കിയേക്കാം. ഇനിയിപ്പോൾ വെറുതെ അന്വേഷിച്ച് പോവണ്ട. നമുക്ക് എന്തായാലും ഇതിനെ തന്നെ ടൈം ആക്കാം. ഇനിയിപ്പോൾ കുറേ നേരമായി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നു. നമുക്ക് എന്തായാലും ഈ ലെവൽ 55 തന്നെ അങ്ങോട്ട് പിടിച്ചേക്കാം. ഓക്കെ, ഞാനങ്ങനെ നമ്മുടെ ഇതെടുത്തിട്ടിട്ടുണ്ട്, ട്രാങ്കാരും എടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 വീണ. ഓക്കെ, അവൻ വീണിട്ടുണ്ട്. ഇനി വേഗമേ ട്രാങ്കാരസ് മാറ്റിട്ടുണ്ട്. കാരണം വേറെ എന്തെങ്കിലും ഡൈനോസ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ആക്സസിന് വേണ്ടി സൂതിങ് ബോം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ സ്പോൾഡ് മീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്തോരം വെച്ച് കയറുന്നുണ്ടെന്ന് നോക്കണം. എന്തായാലും ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ ഒന്നും അധികം ആരും വരില്ല എന്ന് വിചാരിക്കുന്നു. കണ്ടെയ്നർ ഇത് നമുക്ക് ഒന്നുകൂടെ എടുക്കാൻ പറ്റും. പറ്റൂല കേട്ടോ. ഗൈസ് 88.9% കയറി കേട്ടോ ഫസ്റ്റ് ഫീഡിൽ. ലെവൽ 55 ആയതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും ആവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആയതിലും കൂടെ നമ്മുടെ പൾമണോ സ്കോർപിയോസ് അങ്ങനെ ടൈം ആവും. ഇവിടെ എന്തായാലും ഞാൻ പോകുന്നില്ല. കാരണം മിക്ക പ്രാവശ്യം ഞാൻ ടൈം ചെയ്യാനിട്ടിട്ട് പോയി തിരിച്ചറിയുമ്പോഴേക്കും ആള് ടൈം ആവാറില്ല. എന്തായാലും ലെവൽ 55 കുഴപ്പമില്ല. നമുക്ക് ഈ ഡൈനോനെ വെച്ചിട്ട് നമ്മുടെ തേളിനെ വെച്ചിട്ട് അരാനിനെ പിടിക്കണം. കൂടുതലും അരാനിനെ പിടിക്കാനാണ് ഞാൻ തേളിനെ നോക്കുന്നത്. പിന്നെ ലെവൽ ഹൈ ലെവൽ കിട്ടി അത്ര നല്ലതാണെന്ന് വിചാരിച്ചാണ് ഓടി നടന്നത്. മര്യാദ 70 പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ. 70 ഞാൻ ഒന്ന് കളഞ്ഞു, എന്നിട്ടാണ് ഈ 55 പിടിച്ചേക്കുന്നത്. പിന്നെ കേവടനായതുകൊണ്ട് ഇവനെ ആരും തിരിച്ച് അറ്റാക്കും ചെയ്യൂല. അതുകൊണ്ടും നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ലെവൽ 40 ആക്കണം. ഞാനിപ്പോൾ എന്തായാലും തേളിനെ വെച്ചിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ലെവൽ 40 ആക്കും. 40 ആയാൽ 40 ആവും. അല്ലെങ്കിൽ ഞാൻ വേറെ ഡൈനോസിന് എന്തായാലും ടൈം ആക്കും. കാരണം റിസോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റിയ ഡൈനോസ് നമുക്ക് വേണം, കുറച്ചധികം നമുക്ക് വേണം. ഓക്കെ, ഫൈനലി ലെവൽ 82 ലെവൽ പൾമണോ സ്കോർപിയോസ് അങ്ങനെ ടൈം ആയിട്ടുണ്ട്. പാസീവ് ആക്കി വെക്കട്ടെ, എന്നിട്ട് ഒരു സ്റ്റോപ്പുകൾ കൊടുക്കാം. നമുക്കെന്തായാലും വീട്ടിൽ പോയിട്ട് റീകോൾ ചെയ്തിട്ടും വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഒരു ഇതും കൂടെ കിട്ടി കേട്ടോ. നമ്മുടെ എൻ്റെ പേരെന്താണ്, ലെവലപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ത് കൂട്ടണം? വെള്ളവും ഇതും കൂട്ടിയാലാ? അയ്യോ, വെള്ളം നമ്മൾ നേരത്തെ ലെവലപ്പ് ആക്കല്ലേ. വെള്ളം നമ്മൾ ഓൾറെഡി കൂട്ടിയതാണ്. ഫുഡ് കൂട്ടാം, പിന്നെ സ്റ്റാമിനയും കൂട്ടാം. സ്റ്റാമിന വെയിറ്റ് കൂട്ടാം. വെയിറ്റ് അത്യാവശ്യം എനിക്ക് ആവശ്യമുണ്ട് ഇനി. ഓക്കെ, ലെവൽ 34 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ബേസിലോട്ട്. ഗൈസ്, മറ്റേ സംഭവം വലുതായിട്ടാ. നമ്മുടെ ആ വിത്തിട്ടതില്ലേ, അതിതാ വലുതായിട്ടുണ്ട്. ഇതിനകത്ത് എന്തോന്നായിരുന്നു? ഇതിനകത്ത് ക്യാരറ്റ്, ഇതിനകത്ത് എന്തോന്നാണ്? ഇതിനകത്ത് മറ്റേ സംഭവം ലോങ് ഗ്രാസ്. ഇതെന്താണ്? ഇതിനെന്തോ ചോളം. ഈ 2 ഐറ്റംസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അതെന്തായാലും അവിടെ കിടന്നാവട്ടെ. നമുക്ക് അത്യാവശ്യം കുറേ ആവശ്യമുണ്ട് നമുക്ക്. ഇനി ഫുള്ള് ഇങ്ങനെ ക്രോപ്സിൻ്റെ കളികളാണ്. ഇനി നമ്മുടെ ബെറീസൊക്കെ കൊടുത്ത് ടൈം ആക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ക്രോപ്സിനെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് ടൈം ആക്കാം. ഓക്കെ, നമ്മൾ സാഡിൽ ഇട്ട് കൊടുത്തിട്ട് സ്പോൾ ലിമിറ്റ് എടുത്തിട്ടെ മാറ്റി വെക്കട്ടെ. ഇതെന്തായത്? ഇത് നമ്മുടെ ഇവിടെ കൊണ്ട് ചത്താൻ തോന്നുന്നു കേട്ടാ. നമ്മുടെ സ്പൈക്കി വാള് അത് നേരത്തെ കൊറോണകൾ വന്ന് വെറുതെ വന്ന് ചാവുന്നുണ്ടായിരുന്നു. നമ്മുടെ സംഭവത്തെ അതിനകത്ത് സ്പോൾ ലിമിറ്റ് എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വേറൊന്നുമില്ലല്ലോ. ഓക്കെ, ട്രാങ്കാരസ് എടുത്ത് മാറ്റട്ടെ. വെറുതെ വെയിറ്റ് കൂട്ടി വെക്കണ്ട. ട്രാങ്കാരസ് ഓക്കെ, അതും നമ്മൾ മാറ്റിയിട്ടുണ്ട്. വീണ്ടും ചാവുന്നത് ടെറ പോയിട്ട്. എക്യുപ്പ് ആക്കില്ലേ സാഡിൽ? ഓക്കെ, എക്യുപ്പ് സാഡിൽ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ലെവലപ്പ്. അതിങ്ങനെയാണ് നമ്മൾ ലെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നിൽക്കണം അവിടെ. അവന് ഓടിപ്പോന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കടിക്കും. അപ്പം അവന്മാർ നമ്മളൊന്നും ചെയ്യില്ല. എന്നിട്ട് കടിച്ച് ലെവൽ കുറയുമ്പോഴേക്കും നമ്മൾ പൊട്ടൊരൊറ്റ അടി കൊടുക്കും അവന്. നമ്മളിതിനെ വെയിറ്റ് ആക്കും. നമ്മളിൽ അസൻഡൻറ്റ് വെപ്പണല്ലേ ഉള്ളത്. പിന്നെ ടൈം കളയുന്ന എന്തിനാ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. ഇനിയിപ്പോൾ ഈ തേളിനെ കൊണ്ട് വേണം നമുക്ക് നമ്മുടെ അരാനുവിനെ ടൈം ആക്കാൻ. ഓക്കെ, വെള്ളത്തിൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേഗത്തിൽ പോകുന്നുണ്ട്. കരയിലും നല്ല സ്പീഡ് ഉണ്ടല്ലേ? കരയിലും നല്ല സ്പീഡാണ്. അതാ പ്രാണികൾ കടിയട്ടെ. പ്രാണികളൊക്കെ കഴിഞ്ഞ്. കേവിടനെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആരും തിരിച്ചറ്റാക്ക് ചെയ്യില്ല. കഴിഞ്ഞില്ലേ? ഫുൾ എടുത്തല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ അതാ ഇവന് മാത്രമേ ഉള്ളൂ. ഇവനെ നമുക്ക് അമ്പൂട്ട് കില്ല് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവനും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആർട്ടിഫാക്ട് കണ്ടെയ്നർ അടുത്തോട്ട് പോവാം. ഞാൻ എന്തായാലും നമ്മുടെ തേളിനെ കൊണ്ടിട്ട് പാർക്ക് ചെയ്യട്ടെ കേട്ടോ. അതാ മുകളിലെന്താ അത്? ആരോ അതാ മുകളിൽ നിൽക്കുന്ന കരടിയാണല്ലേ ഗൈസ്. ഈ കരടിനെ ഇവിടുന്ന് ക്ലിയർ ചെയ്യണോ? ഇതിനെ ക്ലിയർ ചെയ്തിട്ട് പോവാം. കാരണം നമ്മുടെ ഡൈനോസ് അവിടെ ഉണ്ട്. ഇത് ഈ ഗ്യാപ്പിൽ കൂടെ പോകുമോ? ഇത് പോവില്ല. നമ്മുടെ ഡൈനോസിന് ചിലപ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കരടിനെ ഒന്ന് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യട്ടെ. ലെവൽ എത്ര? ഇത്ര ഉള്ള ഇതിപ്പോൾ തന്നെ കഴിയും. ഒരടി കൂടെ ഉള്ളത് ടപ്പേ. ഓക്കെ, നമ്മുടെ കരടിയും അങ്ങനെ സത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേളിനെ കൊണ്ടോട്ട് പാർക്ക് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒബ്ലിസ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. റെഡ് ഒബ്ലിസ്കിൻ്റെ അടുത്താണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആർട്ടിഫാക്റ്റ് ഓഫ് ഹണ്ടർ ട്രിബ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എന്തൊക്കെ കിട്ടുമോ നോക്കട്ടെ. മഞ്ഞില്ലേ? മുകളിലോട്ട് പോയിട്ടുണ്ട്. വന്ന് ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ.
ഓക്കെ, സൂതിംബോ ഫിഷിംഗ് റോഡ് മെറ്റൽ ഹാച്ചറ്റ് ബ്ലൂ പ്രിന്റ്. മെറ്റൽ ഹാച്ചറ്റ് ആണ് കിട്ടുന്നത് ഇതിൽ നിന്ന്. ഈ അസെൻഡൻറ്റ് ഫിഷർ റോഡ് വെച്ചിട്ട് നമുക്ക് മീനൊക്കെ പിടിച്ചാൽ ബ്ലൂ പ്രിൻറ്റ്സ് കിട്ടും. നല്ല കൂടിയ ബ്ലൂ പ്രിൻറ്റ്സ് ഒക്കെ കിട്ടും നമുക്ക്. 220 ഡാമേജ് ഉള്ളത്. 756 ഇത് വേണം കേട്ടോ. 756 നമ്മുടെ മെറ്റലിംഗ് കോട്ടൊക്കെ വേണം. ഓക്കെ ഗൈസ്, ഇവിടെയൊക്കെ ഓൾറെഡി ഞാൻ ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഫാസ്റ്റ് ട്രാവൽ ചെയ്യണ്ടേ, അതിനുവേണ്ടി ബെഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തണേണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. നെക്സ്റ്റ് ഒരു കിടിലൻ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ബൈ ബൈ.